ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല പച്ചമാങ്ങ കൊണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പം പച്ചമാങ്ങൻ്റെ കാലല്ലേ, സീസണല്ലേ, അപ്പം ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം കൂട്ടാം. അപ്പോൾ എത്ര കാലം ഇരുന്നാലും കേട് വരാത്ത ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പം നമ്മൾ അഞ്ചത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചമാങ്ങ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം മാങ്ങൻ്റെ കനങ്ങോ വെയിറ്റ് കൊണ്ട് കൊമ്പ് മുറിഞ്ഞ് ചാടിയതാണല്ലോ. അപ്പോൾ ഓള് കുറച്ചങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അപ്പം ഞാനതൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല മാങ്ങ കേട്ടോ. അപ്പോൾ ഒരു പച്ചൊന്നും എടുക്കലില്ല, പൊപ്പിച്ചുകാണ്ട് തിന്നണ മാങ്ങയാണ്. അപ്പം അച്ചാറിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചില മാങ്ങ അച്ചാറിട്ടാൽ നന്നാവുള്ളൂ, ചിലത് അങ്ങനെ അച്ചാറിട്ടിച്ചിട്ട് നന്നായി കിട്ടില്ല. ഭയങ്കര പുളിയൊന്നുള്ളത് അങ്ങനെ നന്നാവില്ല കേട്ടോ. അപ്പോൾ ഇത് തോലൊക്കെ കട്ടിയുള്ള നല്ലൊരു മാങ്ങയാണ്. അപ്പം നമ്മൾ നന്നാക്കി ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. കേട് വരാത്ത ചിലർ പറയും അച്ചാറിട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കേട് വരികയെന്ന്. അത് നമ്മൾ സ്പൂണ് ആദ്യമൊക്കെ നമ്മളൊന്ന് തുടച്ച് കണ്ടൊക്കെ ഇടും, പിന്നെ അങ്ങനെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവും, അങ്ങനെ ഇട്ട് അച്ചാർ കേടരല്. അപ്പോൾ അതിനൊക്കെ ഉള്ള ടിപ്പുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയൊക്കെ നല്ല മുറിച്ചുകാണ്ട് പീസാക്കി എടുക്കണം കേട്ടോ. അപ്പം പറ്റ പൊടിയാക്കി എടുക്കണില്ല, പറ്റ ചെറുതാക്കി എടുക്കൽ. നമ്മൾ ഈ സാമ്പാർക്കൊക്കെ ഉണ്ടല്ലോ, ഓണത്തിനൊക്കെ അച്ചാർ ഇടുമ്പോൾ ചെറിയ പൊടിയാക്കൽ. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ പാത്തക്കാൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, പിന്നെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ലേശം ഒരു മീഡിയം വലുപ്പത്തിനാക്കണം കേട്ടോ. അപ്പോഴേ കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറ്റ അലിഞ്ഞു പോവാതെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ കൈമ തട്ട് വെച്ചിട്ട് നമ്മൾ പേടിച്ചു കൊണ്ടായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ മാങ്ങൊക്കെ നല്ല ഉറപ്പുള്ളതുകൊണ്ടേ മുറിക്കുമ്പോൾ അങ്ങനെ കൈമ തട്ടിക്കാളും. അപ്പോൾ നമ്മൾ വിരലുമ്മലൊക്കെ അതൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഇപ്പോൾ ലൈക്കൊന്നും വരണില്ല, ലൈക്കൊക്കെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞതും അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്നും ആരും അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ സമയത്തിനനുസരിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യിക്കില്ല. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കണ സമയമല്ലേ അപ്പോൾ എല്ലാവർക്കും. അപ്പോൾ കുട്ടികൾക്ക് ഓരോന്ന് ഒപ്പിക്കലും അങ്ങനെയൊക്കെയാണെന്ന് നമ്മളാണ്ട് വിചാരിച്ചാണ് കേട്ടോ. എല്ലാവർക്കും വ്യൂസ് കുറവുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനിയിപ്പോൾ പറയണില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിക്ക് എന്താണെന്നറിയാമോ? അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ അത് മറന്നുപോയി. ആ ഉപ്പുണ്ടല്ലോ, അതൊന്നിട്ട് വറുത്ത് വെക്കട്ടാ. ഈ ഉപ്പിൽ വെള്ളം ഉണ്ടാവും, ആ വെള്ളം വരാൻ പാടില്ല. അപ്പോൾ ഉപ്പ് നല്ലോണം വറുത്ത്, അപ്പോൾ പിന്നെ നമ്മൾ ഇനി ആ ചട്ടിയിൽ തന്നെ കടുകും ഉലുവിയും അതും വറുത്തിട്ടാ. അപ്പോൾ 2 സ്പൂണ് കടുകും വലിയൊരു സ്പൂണ് ഉലുവിയാട്ടെ നമ്മൾ വറുത്ത് വെച്ചത്. മാങ്ങയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ തങ്കരിക്കാനും നേരമില്ല കേട്ടോ. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് വേണ്ട ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിക്കൊരു 10-12 മുളക് നമ്മൾ നന്നായി വറുത്തിക്കണം, നല്ല വറവിൽ ഇട്ടിക്കണം കേട്ടോ. ആ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റിനാ. അപ്പോൾ നമ്മൾ ലേശം എണ്ണ ഒഴിച്ചുകൊണ്ട് അതിക്ക് കറിവേപ്പിലയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ഇട്ടിട്ടുണ്ടത്. പേസ്റ്റ് ആണ് മാങ്ങിക്ക് നല്ലത്, പീസാക്കണക്കാട്ടി നല്ലത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കായമായിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ചെറുതാക്കി നുറുക്കിക്കാണ്ട് അതും ഇട്ടിക്കണ്. അപ്പോൾ പിന്നെ മാങ്ങ നമുക്കിങ്ങനെ ഉപ്പിട്ടുകാണ്ട് ഉണക്കണമെങ്കിൽ ഉണക്കൊക്കെ ചെയ്യട്ടെ. അപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉണക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ വേഗം ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു 3-4 ദിവസത്തിന് ഇനി എടുക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ മുറിച്ചുകൂടുമ്പോൾ തന്നെ അത് ഇട്ടാൽ അതിനൊക്കില്ല കേട്ടോ. നമ്മളൊരു മാങ്ങയൊക്കെ കൊണ്ടുവന്നാൽ ആ ഫ്രഷ് തന്നെ ഇടണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിടുമ്പോഴത്തേന് അതിൻ്റെ അതൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആ വറുത്തച്ച ഉപ്പിന്ന് കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവൻ ഇടണില്ല. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടിയൊക്കെ ചെല്ലാണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇട്ടിക്കണില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച്, അപ്പോൾ നമ്മൾ ആ മൂപ്പിച്ച് വെച്ച കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെള്ളുള്ളിൻ്റെ പേസ്റ്റ് അതൊക്കെ നല്ല മൂത്തുകണ് കേട്ടോ. നല്ല വറുത്ത മാതിരി ഇരിക്കണേ. അത് ഇതിൽ ഇട്ട് കൊടുക്കുക. ഒന്നും കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാന്ന് കണ്ടപ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ടാ. അപ്പോൾ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചെമ്പട്ടി. അപ്പോൾ പുറത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ വറുത്ത് വെച്ചതൊക്കെ അതിക്കിട്ട് കൊടുത്ത് നമ്മൾ അച്ചാറിടുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടുകണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ മുളക് കടുക് ഉലുവ എല്ലാം കൂടി വറുത്തില്ല അത് പൊടിച്ചുകാണ്ട് അത് ഇട്ട് കൊടുത്ത് നമ്മൾ ലേസം എരിവ് കുറഞ്ഞ മുളക് കാശ്മീരി മുളകിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ മാങ്ങ ഉപ്പിലിട്ടുകാണ്ട് ഉപ്പിൽ കുഴച്ച് വെച്ചുകാണ്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഒരു ദിവസമൊക്കെ ഒന്നുകൊണ്ട് ഉണക്കിയെടുത്താൽ നല്ല മാങ്ങ ഊട്ടാ. ഇതിപ്പം കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അതാ നമ്മൾ സുർക്ക അതും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സുർക്കിലും വെള്ളം ഉണ്ടാവും, വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് ഈ പൂപ്പൽ വരൽ. അപ്പോൾ നമ്മളൊരു ചെറിയ കുപ്പിയാണ് 200-ൻ്റെ കുപ്പി കേട്ടാ. ആ സുർക്ക നമ്മൾ അതിൽ ഒഴിച്ചിക്കാണ്ട് അത്ര പോരെ വെള്ളം കൂടി തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിക്കണേ. അപ്പം ഇനി രണ്ടൊന്നും കൂടി നല്ല വെട്ടി തിളക്കട്ടെ. അപ്പോൾ അതൊക്കെ വെട്ടി തിളച്ചിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങി വെക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഈ മാങ്ങിക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അത് ആ ഇത് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് മൂപ്പിക്കുമ്പോൾ തന്നെ അതിലിട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ കായപ്പൊടി ഇതിലിട്ട് കൊടുക്കുകയാണ്. ഈ വറുത്ത പൊടിയാണ് ഇടുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ഒരു അപ്പം തന്നെ കൂട്ടാൻ തോന്നിപ്പോവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവരും. അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിക്കാണ്ട് ഈ മാങ്ങ ഒന്നിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഒരുപാട് നേരമൊന്നും ആക്കണില്ല. ഒന്ന് അതിലിട്ട ആ മുളക് പൊടി പച്ചയാണ്. അപ്പോൾ അതും ഈ മാങ്ങ ഒന്നിട്ട് ഒരു ഇളമ്മീൽ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഇതിക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇനി സുർക്കൊക്കെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അലുമിനിയം ചെമ്പട്ടിയല്ലേ, അപ്പോൾ നമ്മൾ ഇതിക്ക് ഒഴിച്ച് വെച്ചുകാണ്ട് നമ്മൾ രാത്രി ഇട്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആക്കി വെച്ചുകാണ്ട് സുർക്കി ഇതൊക്കെ അതിക്ക് പാർന്നിട്ടാ തിളപ്പിച്ചതൊക്കെ പാർന്ന് നമ്മൾ രാത്രിയാണെന്നാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളത് കൈക്ക് ഒഴിച്ച് വെച്ചുകാണ്ട് നമ്മൾ പിന്നെ എടുക്കാൻ പോയി. പിന്നെ പിറ്റേന്നാട്ടെ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ അപ്പം നമ്മൾ അച്ചാറിടുമ്പോൾ ഒന്നായിട്ടൊരു കുപ്പിയിൽ ഒരിക്കലും ഇട്ട് വെക്കരുത് കേട്ടോ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്താ വെച്ചാൽ ചെറിയുള്ളതല്ല, പല കുപ്പിയിലുമായിട്ട് ഇട്ട് വെക്കണം. എന്താ വെച്ചാൽ കേട് വരുമ്പോൾ ഒന്നായിട്ട് കേട് വരും ഒരു കുപ്പിയിലാണെങ്കിൽ. അതിപ്പോൾ സ്പൂൺ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിലൊക്കെ നമുക്കൊരു പിന്നെ വല്ലാതെ ശ്രദ്ധ ഉണ്ടാവും. പിന്നെ ആ ശ്രദ്ധ ഒക്കെ പോകും. പിന്നെ കണ്ടതൊക്കെ ഇട്ടുകാണ്ട് കണ്ട സ്പൂണൊക്കെ ഇട്ടുകാണ്ട് കോരലാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുമാതിരി കുപ്പികൾ ഇതൊക്കെ ഞാൻ ആദ്യമൊക്കെ ഓരോന്ന് വാങ്ങി വെച്ച കുപ്പികളതിന്. പിന്നെ പുതിയ മോഡലൊക്കെ മാറ്റുമ്പോൾ അപ്പോൾ പിന്നെ ആ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ പിന്നെ പാത്ത് വെക്കൂട്ടാ. കബോർഡിൻ്റെ ഉള്ളിൽ അവിടെ പാത്ത് വെക്കും. ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെ പാത്ത് വെച്ചാട്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ഉണക്കിക്കാണ്ട് കൊണ്ടുവന്ന് വെച്ചാണ്. ഉണക്കിയിട്ട് പിന്നെ ഞാൻ ഒരു ശീലിട്ടുകാണ്ട് തുടച്ചുകാണ്ട് അതിൻ്റെ ഈർപ്പൊക്കെ നല്ല കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണം, വേനലല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ പല കുപ്പികളിലും ആക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ഒന്നായിട്ട് ഒന്നിലാക്കി വെക്കരുത്. പിന്നെ നമ്മൾ ഈ വറുത്ത ഉപ്പുണ്ടല്ലോ, അതിനൊരു പണിയുണ്ട്. അതിന് ഓരോരോ നുള്ളി ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ പൂപ്പൽ വരാതെ വെക്കാനാണ് ഇട്ടത്. മേലെ ഇങ്ങനെ ലസിച്ച വിതറി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് അച്ചാറിൽ ഇടരുത് കേട്ടോ. അല്ലെങ്കിലും അച്ചാറിൽ ഉപ്പ് കുറക്കേണ്ടതിനാണ് നല്ലത്. കുറച്ചൊക്കെ കേട് വരുമെന്നും പറയും. എന്താ വെച്ചാൽ പ്രഷറുള്ളവർക്കൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല ഉപ്പ് കൂടുതലിട്ടാൽ. അപ്പോൾ നമ്മൾ മേലെ ഇങ്ങനെ ആ ഉപ്പിൻ്റെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത ഉപ്പാണിത്. പിന്നെ ഇത് എണ്ണ കേട്ടോ. എണ്ണ മൂപ്പിക്കുമ്പോൾ അതിലൊരു നുരുമ്പ് ഉപ്പിട്ടുകാണ്ട് എണ്ണ മൂപ്പിക്കണം. അപ്പോഴേ എണ്ണയ്ക്ക് വല്ല കാറിലൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മൂപ്പിച്ച് വെച്ചതാണ് കേട്ടത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്പൂണീച്ച ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മേലിൽ നിന്ന് ഇങ്ങനെയാണ് പൂപ്പൽ വരാൻ സാധ്യത. അതിന് വേണ്ടിയിട്ടത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോരോ കുപ്പി നമ്മളെ ടേബിളുമ്മക്ക് ഡൈനിങ് ടേബിളുമ്മക്കാണ് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് കൊടുത്താൽ വേണ്ടിയാലും ഇങ്ങനെ ഇന്ന് കോരിയെടുത്തോളൂ. പിന്നെ ഒരു പാത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളൂ ഇത് കൂട്ടിയും ചെയ്തോളൂ. അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യൽ. വലിയ കുപ്പീൻ്റെ പിന്നെ ഒരു പാത്രത്തിൽ എടുത്ത് ഒക്കെ വലിയ പാടല്ലേ, പാടുവാണ്. അപ്പോൾ ഈ സ്പൂൺ ഇങ്ങനെ ഇടുമ്പോൾ ഒക്കെ കേട് വന്നാളോ, പൂപ്പൽ വരും. ഇങ്ങനെ ആകുമ്പോൾ ഒരു കേട് വരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ മട്ടമുളകൊക്കെ നിങ്ങൾ ചെയ്തോളി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ആ മുളകൊക്കെ വറുത്തുകാണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ അതായിട്ട് 2 കുപ്പി ആദ്യം തന്നെ കൊണ്ടുപോയിക്കണം കേട്ടോ. ഓരോരുത്തർ കൊണ്ടുപോയിക്കണേ. അതിൻ്റെ ബാക്കിയിട്ടത്. അപ്പം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും ഓരോ കുപ്പി എടുത്താണ് കൊടുത്താൽ മതി. അച്ചാറൊന്നും ഇപ്പോൾ ഒരുപാട് കൂട്ടില്ലല്ലോ. അപ്പം ഞാൻ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കവറിൻ്റെ വെട്ടിങ്ങാണ്ട് കഷ്ണിച്ചിങ്ങാണ്ട് ഓരോരോ പീസ് ദമ്മ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മൂടിമന്ന് ഇങ്ങനെ പൂപ്പൽ വരും. അതിനട്ടത് വെക്കുന്നുണ്ട്. പിന്നെ അച്ചാറിൻ്റെ ഇത് ഉണ്ടാക്കണമല്ലോ, അതിൻ്റെ വേറെ ഒരു ഇതുണ്ട്, അത് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ അതില്ലല്ലോ. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെട്ടിങ്ങാണ്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഇട്ട് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം.
നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമുക്ക് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പറഞ്ഞതേനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ല എന്ന് വിചാരിക്കണേ. അപ്പം നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.